കടൽക്കരയിലുള്ള നിരഞ്ജനടികയുടെ ഗസ്റ്റ് ഹൗസ്. ഗോവിന്ദരാജവർമ്മയുടെ മാനേജർ ഉണ്ണിത്താൻ നിരഞ്ജനടികയുടെ മുന്നിൽ ഭയത്തോടെ ഇരുന്നു. സർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ദയവ് ചെയ്തെന്നെ വെറുതെ വിടണം, പ്ലീസ്. നിരഞ്ജൻ പെട്ടെന്ന് ചിരിച്ചു. ഛേ, എന്താ ഉണ്ണിത്താൻ ഇത്? ഞാൻ ഉണ്ണിത്താനെ ഇവിടെ ബന്ദിയാക്കി കൊണ്ടുവന്നതൊന്നുമല്ല. എനിക്ക് തന്നെ കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു, അത്ര തന്നെ. അതിന് ഉണ്ണിത്താൻ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താണ്? സാറിന് എന്താ അറിയേണ്ടത്? എനിക്കറിയേണ്ടത് ആദിശേഷനെ കുറിച്ചാണ്. അവൻ സൂക്ഷിക്കുന്ന ഒരു രഹസ്യത്തെക്കുറിച്ച്. രഹസ്യമോ? അതെ, അത് ഉണ്ണിത്താൻ അറിയാമെന്ന് എനിക്കറിയാം. ആദിശേഷിന്റെ അമ്മാവന്റെ മാത്രമല്ല, അവന്റെ അച്ഛൻ ആദിത്യനാഥിന്റെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നല്ലോ ഉണ്ണിത്താൻ. ഉണ്ണിത്താന്റെ മുഖം കൂടുതൽ വിളറി. ആദിയെക്കുറിച്ച് ഓർക്കെ അയാൾ നടുങ്ങി വിറച്ചു. എനിക്കൊന്നും അറിയില്ല നിരഞ്ജൻ സാർ, എന്നെ പോകാൻ അനുവദിക്കണം, പ്ലീസ്. നിരഞ്ജൻ പിന്നെയും ചിരിച്ചു. എന്നിട്ടൊരു ബ്രീഫ് കേസ് തുറന്ന് ഉണ്ണിത്താന്റെ മുന്നിലെ ടീപ്പോയിലേക്ക് വെച്ചു. ഇത് വെറും അഡ്വാൻസ് ആണ് ഉണ്ണിത്താനെ. 1 കോടി രൂപയുണ്ട് ഇതിൽ. ഇനിയും ഞാൻ വാരിക്കോരി തരും. ഉണ്ണിത്താന് സ്വപ്നം കാണാനാവാത്ത സൗഭാഗ്യങ്ങൾ. മകൾ MBBS കഴിഞ്ഞ് നിൽക്കുമല്ലേ, അവൾക്ക് നമുക്കൊരു ഹോസ്പിറ്റൽ കെട്ടിക്കൊടുത്താലോ? 2 ആൺമക്കളിൽ ഇളയവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. അവന് നമുക്കൊരു ഷോപ്പിംഗ് മാൾ സെറ്റാക്കി കൊടുക്കാം. പിന്നെ ഉണ്ണിത്താൻ ടൗണിലെ ആ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന 1 ഏക്കർ സ്ഥലം വാങ്ങിയാൽ എങ്ങനെയിരിക്കും? മുന്നിലിരിക്കുന്ന ക്യാഷും നിരഞ്ജന്റെ വാക്കുകളും കേട്ടപ്പോൾ ഉണ്ണിത്താന്റെ കണ്ണുകൾ മഞ്ഞളിച്ചു. അവിടെ ആർത്തി തിളങ്ങുന്നത് കണ്ട നിരഞ്ജൻ ഗൂഢമായി ചിരിച്ചു. അയാളുടെ മിഴികൾ തിളങ്ങി. ഇതൊക്കെ സ്വന്തമാക്കാനാകെ വേണ്ടത് ഉണ്ണിത്താനൊരു വാക്കാണ്. പക്ഷേ ആദിമോൻ എന്നെ കൊന്നുകളയും. ഇല്ല. നിരഞ്ജന്റെ മുഖം ഭീകരമായി. അവൻ തന്നെ ഒന്നും ചെയ്യില്ല. ഇത് നിരഞ്ജൻ തരുന്ന വാക്കാണ്. ആദിയെ തകർത്തു കളയാനുതകുന്ന ആ രഹസ്യം എനിക്കറിഞ്ഞേ തരൂ. ഇല്ലെങ്കിൽ തന്നെ കൊല്ലുന്ന ഞാനായിരിക്കും. ഈ രാത്രി തന്നെ ആരും അറിയാതെ കൊന്നു കുഴിച്ചു മൂടാൻ എനിക്ക് മടിയൊന്നുമില്ല. ഉണ്ണിത്താൻ ഞെട്ടിപ്പോയി. അയാളുടെ മുഖം പ്രേതത്തെ കണ്ട പോലെ വിളറി വെളുത്തു. ഞാൻ പറയാം. തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഉണ്ണിത്താനെ നിരഞ്ജൻ ക്രൂരമായൊരു ചിരിയോടെ നോക്കി. ഈ നിരഞ്ജൻ അടിക അനുയായികൾക്ക് മാത്രമാണ് ഉണ്ണിത്താനെ രക്ഷകൻ. എന്നെ അനുസരിക്കുന്നില്ല എന്ന് തോന്നിയ ഒരുത്തനെ ഞാൻ പിന്നെ വെച്ചേക്കില്ല. അതെത്ര വലിയവനായാലും കൊന്നു തള്ളിയാണ് എനിക്ക് ശീലം. എന്തിനാ ആദിമോനെ കുറിച്ച് അറിയുന്നത്? ഉണ്ണിത്താന്റെ ശബ്ദം പതറി. അത് ഉണ്ണിത്താൻ എന്തിനാ അറിയുന്നത്? നിരഞ്ജന്റെ കണ്ണുകൾ കുറുകി. ഉണ്ണിത്താൻ ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. പിന്നെ നിരഞ്ജന്റെ നോട്ടം നേരിടാനാവാതെ മുഖം കുരിച്ചു. ഭയം കൊണ്ട് രാത്രിയുടെ തണുപ്പിലും ഉണ്ണിത്താൻ വിറച്ചു. അയാളുടെ ദേഹത്ത് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. ആദിശേഷ് വർമ്മയെ ഞാൻ കൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല ഉണ്ണിത്താനെ. കാരണം എനിക്ക് അവന് വേണം. എൻ്റെ മകളുടെ ഒരു കളിപ്പാട്ടമായി എൻ്റെ കൂടെ എന്നും അവൻ വേണം. അവൾ ആവശ്യപ്പെട്ട എന്തും എത്ര വിലയേറിയതാണെങ്കിലും വാങ്ങിക്കൊടുത്താണ് എൻ്റെ ശീലം. പക്ഷേ ഇത് മാത്രം പിഴച്ചുപോയി. പക്ഷേ എനിക്ക് അവളെ നിരാശപ്പെടുത്താൻ വയ്യ. ആ മുഖത്തെ സന്തോഷം എനിക്ക് കാണണം. അതിന് താൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. ചില മനുഷ്യരെ നമുക്ക് ആയുധം കൊണ്ട് നേരിടാം. ചിലരെ വാക്കുകൾ കൊണ്ടും ചിലരെ പ്രലോഭനങ്ങൾ കൊണ്ടും വീഴ്ത്താം. പക്ഷേ ഇതൊന്നും മേശാത്ത ചിലരുണ്ട്. അവരെ നേരിടാൻ ചതി പ്രയോഗിക്കുക തന്നെയാണ് ഉത്തമം. അതിന് ഏറ്റവും വലിയ വഴി അവരുടെ ദൗർബല്യം എന്താണെന്ന് അറിയുക എന്നതാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഉണ്ണിത്താന്റെ സ്വരം വിറച്ചു പതറിപ്പോയി. മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഉണ്ണിത്താനെ. മഹാഭാരതത്തിലെ കർണനെ ഉണ്ണിത്താൻ അറിയില്ലേ? ഏത് യോദ്ധാവുണ്ടായിരുന്നു അയാളോളം ശക്തനായി? വില്ലാളി വീരൻ എന്ന് കേൾവി കേട്ട അർജുനന് പോലും പരാജയപ്പെടുത്താനാവാത്ത മഹാരഥനായിരുന്നു കർണൻ. പക്ഷേ കർണനൊരു ദൗർബല്യമുണ്ടായിരുന്നു. തന്നോട് ഒരാൾ ദാനം ചോദിച്ചാൽ മടക്കാത്ത ആ പ്രകൃതം. അതുതന്നെയല്ലേ അയാളെ വീഴ്ത്തിയത് ഉണ്ണിത്താനെ? ആ ദാനശീലമല്ലേ അയാളുടെ പതനത്തിന് കാരണം? ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നത് ഇന്ദ്രനാണെന്ന് അറിഞ്ഞിട്ട് പോലും അയാൾ ആട്ടിപ്പായിച്ചില്ല. സ്വന്തം മാതാവ് അന്നേ വരെ തന്നെ ശത്രുക്കളെന്ന് എണ്ണിയ പാണ്ഡവരുടെ ജീവന് വേണ്ടി യാചിച്ചപ്പോൾ അയാൾക്ക് കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ആ ഒരൊറ്റ കാരണത്താൽ അയാൾ വീണുപോയില്ലേ? ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ആദിശേഷ് വർമ്മയെ എനിക്ക് തകർക്കണം. അവൻ എന്നെ വല്ലാതെ അപമാനിച്ചു. ഇതേവരെ ആരും ധൈര്യപ്പെടാത്ത വിധത്തിൽ. അതിനൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യണം. പക്ഷേ അത് അവനെ കൊന്നിട്ടില്ല. അവൻ എന്നും ഈ നിരഞ്ജനടിയുടെ അടിമയായി എൻ്റെ കുടുംബത്തിലുണ്ടാവണം. അതിന് അവനെ അടിമുടി തകർത്ത് കളയാൻ കെൽപ്പുള്ള ആ രഹസ്യം ഉണ്ണിത്താൻ എനിക്ക് പറഞ്ഞു തരണം. ഉണ്ണിത്താൻ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ തൻ്റെ മനസ്സിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആദിയുടെ ഹെൽപ്പ് തേടാമെന്നോ മറ്റോ ആണെങ്കിൽ അവൻ്റെ കണ്ണ് തെറ്റുന്ന ഒരു നിമിഷമുണ്ടെങ്കിൽ എൻ്റെ ആളുകൾ തന്നെ കൊന്നിരിക്കും. കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചീറിപ്പാഞ്ഞു വരുന്നൊരു വെടിയുണ്ടയിലോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിലോ ഉണ്ണിത്താൻ്റെ ജന്മം തീരും. തന്നെ മാത്രമല്ല, തൻ്റെ കുടുംബത്തിലെ ഒരു പുൽനാമ്പിനെ പോലെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. ഓർത്തോ താനത്? ഭീതി കൊണ്ട് ഉണ്ണിത്താന് താൻ തളർന്നു വീഴുമെന്ന് തോന്നി. പക്ഷേ അതല്ല ഉണ്ണിത്താൻ. എൻ്റെ കൂടെ നിന്നാൽ തനിക്ക് വലിയ ഗുണങ്ങളുണ്ടാകും. ഈ നിരഞ്ജനടിക വാക്കു പറഞ്ഞാൽ വാക്കാണ്. ആദിയിൽ നിന്ന് ഉണ്ണിത്താൻ എനിക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ആദിമോൻ ഇതറിഞ്ഞാൽ? അതോർത്തപ്പോൾ ഉണ്ണിത്താൻ വീണ്ടും വിറച്ചു.
ആദ്യം ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഉണ്ണിത്താനാണ് ഈ രഹസ്യം പുറത്തുവിട്ടതെന്ന്. അഥവാ അറിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണിത്താൻ ഒരു മറുപടി പറയൂ. ഞാൻ ഒന്നിനും തന്നെ നിർബന്ധിക്കില്ല. കാരണം ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ തൻ്റെ മുന്നിലെ ഗ്ലാസ് ടേബിളിൽ ഇരുന്ന ഒരു ചെറിയ അയൺ ബോക്സ് എടുത്ത് തുറന്നു. ഉണ്ണിത്താൻ നോക്കി നിൽക്കെ അയാൾ അതിൽ നിന്നൊരു പിസ്റ്റൾ എടുത്ത് കയ്യിൽ വെച്ച് കറക്കിക്കൊണ്ട് ഉണ്ണിത്താനെ നോക്കി ചിരിച്ചു. ഉണ്ണിത്താൻ്റെ കണ്ണ് പേടികൊണ്ട് തുറച്ചുപോയി. അയാൾ പെട്ടെന്ന് നിരഞ്ജൻ്റെ മുമ്പിൽ കൈകൂപ്പി. വേണ്ട, ഒന്നും ചെയ്യരുത്, ഞാൻ എന്ത് വേണമെങ്കിലും പറയാം. നിരഞ്ജൻ ക്രൂരമായി ചിരിച്ചു. നിന്റെ കളികൾ അവസാനിക്കാറായി മിസ്റ്റർ ആദിശേഷ് വർമ്മ. ഇനി എൻ്റെ ഊഴമാണ്. ആ പിസ്റ്റലിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അയാൾ മന്ത്രിച്ചു. 2 ദിവസത്തിന് ശേഷമുള്ള സന്ധ്യ. ആദിയും പാർവണയും കൈകൾ കോർത്ത് കടൽ തീരത്തുകൂടി നടന്നു. അസ്തമയ സൂര്യൻ മുകളിൽ ചെമപ്പാർന്ന ആകാശത്തെ ചുമപ്പിക്കുകയായിരുന്നു. അവരുടെ കാൽവിരലുകൾക്കിടയിൽ തിരമാലകൾ കുളിർത്തൂവിക്കൊണ്ട് തഴുകിയിറങ്ങി. സൂര്യൻ പൂർണ്ണമായും മറയാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പാർവണയ്ക്ക് തോന്നി. ആകാശത്ത് ഓറഞ്ച് പ്രകാശം പരന്നു. ആ അതിമനോഹരമായ കാഴ്ചയിലേക്ക് നോക്കിക്കൊണ്ട് ആദി പാർവണയുടെ കൈ പിടിച്ച് ആളഴിഞ്ഞൊരു സ്ഥലത്തേക്ക് നടന്നു. ഇന്ന് ആദിയേട്ടൻ എന്നെ ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ പാർവണ, ഇന്ന് നമ്മളിവിടെ വരുമെന്ന്. നിനക്ക് തന്ന ഏത് പ്രോമിസാണ് ഞാൻ പാലിക്കാതിരുന്നിട്ടുള്ളത്? പാർവണ അവനെ സ്നേഹത്തോടെ നോക്കി. അവൻ അവിടെ കണ്ട ഒരു നിരപ്പായ പാറക്കെട്ടിൽ അവളെ പിടിച്ചിരുത്തി. അവരുടെ പാദങ്ങൾ തണുപ്പിച്ച് വെളുത്ത തരിമണലുകൾക്കിടയിൽ തിരകൾ നൃത്തം വെച്ചു. ആദ്യം അവളുടെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ച് തന്നോടടുപ്പിച്ചപ്പോൾ പാർവണയുടെ നീണ്ട കറുത്ത മുടി കടൽക്കാറ്റിൽ നൃത്തം ചെയ്തു. അവൻ്റെ അതരങ്ങൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. ആർദ്രമായൊരു ചുംബനം. പാർവണയുടെ മിഴികൾ അടഞ്ഞുപോയി. പിന്നെയ ചുണ്ടുകൾ അവളുടെ ചുണ്ടോട് ചേർന്നു. കടലിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റും അഭിനിവേശത്തെ തീവ്രമാക്കുന്ന തിരമാലകളും ശബ്ദവും. ആദിയുടെ ചുംബനം തീക്ഷ്ണമായിരുന്നു. പാർവണ ചെറുതായി കുറുകി. പക്ഷേ ദീർഘനേരം കഴിഞ്ഞിട്ടാണ് അവൻ അവളുടെ അതരങ്ങളെ മോചിപ്പിച്ചത്. അങ്ങു ദൂരെ കടൽ പക്ഷികൾ സാഗരത്തിൻ്റെ തളത്തിനൊത്ത് ആടിയുലയുമ്പോൾ പാർവണ ലജ്ജയോടെ ആദിയെ നോക്കി. ഇതെന്തൊരു മനുഷ്യനാ! ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? ആര് കാണാൻ? ഇവിടെ എങ്ങും ആരുമില്ല. ഒന്നുകൂടി തരാം, നീങ്ങു വന്നേ. ആദി ചിരിച്ചുകൊണ്ട് അവളെ വീണ്ടും വലിച്ചെടുപ്പിച്ചു. ഏറെ നേരം ആദിയും പാർവണയും ആ ഇരിപ്പിരുന്നു. രാത്രി ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിമറയാൻ തുടങ്ങിയപ്പോൾ അവർ വീണ്ടും തിരിഞ്ഞു നോക്കി നടക്കാൻ തുടങ്ങി. അവരുടെ വിരലുകൾ ഇഴചേർന്നു. രാത്രി. ആദിയും പാർവണയും പച്ചപ്പും പൂക്കളും നിറഞ്ഞ ആ റിസോർട്ടിൻ്റെ മനോഹരമായ അന്തരീക്ഷത്തിലായിരുന്നു. അവരുടെ മുറി മൃദുവായ മെഴുകുതിരികളും റോസാപ്പൂവും കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആദി പാർവണയെ പാതിയെ ആലിംഗനം ചെയ്തു. പിന്നെ കിടക്കയിലേക്ക് ചായച്ചു. അവളുടെ അതരങ്ങളും കിടക്കയിലെ റോസാപ്പൂ ഇതളവും ഒരുപോലെയാണെന്ന് അവന് തോന്നി. അവളുടെ ഉദരത്തിൻ്റെ ഇളം ചൂടുള്ള നഗ്നതയിലേക്ക് കൈകൾ അമർത്തിക്കൊണ്ട് അവൻ അവയിലേക്ക് അതരങ്ങൾ ചേർത്തു. 2 ശരീരങ്ങൾ ആ ഇളം തണുപ്പിലും ഊഷ്മളതയിലും അനിർവചനീയമായ ഒരു നിർവൃതിയോടെ ഒന്ന് ചേരുകയായിരുന്നു. പുറത്ത് മഴ അതിശക്തമായി പെയ്തു. മഴയോടൊപ്പം കൊടുങ്കാറ്റ് വീശിയടിച്ചു. രാത്രി ഏകദേശം വളർന്നിരുന്നു. അകലെയുള്ള ഏതോ പള്ളി ഘടികാരത്തിൽ മണി 12 അടിച്ചു. ആദ്യം എപ്പോഴും ആ മഴയിലും തണുപ്പിലും ഗാഢമായ ഉറക്കത്തിലേക്ക് വീണുപോയിരുന്നു. രാത്രി മുഴുവൻ മഴ അതിഭീകരമായി പെയ്തുകൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ പുറത്ത് കാറ്റടിക്കുന്ന ശബ്ദം കേട്ടാവും ഞെട്ടി ഉണർന്നു. അറിയാതെ അവൻ്റെ കൈകൾ ബെഡിൽ പരതി. പാർവണ അവിടെയല്ല എന്ന പാതിബോധത്തിൽ വീണ്ടും അടയാൻ തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്നു. നോക്കിയപ്പോൾ പാർവണ കണ്ണുകൾ ഇറുക്കിയടച്ച് ബെഡിൽ മുഖം പൂത്തിരിക്കുകയായിരുന്നു. അവളുടെ അതരങ്ങളും ശരീരവും പേടികൊണ്ടുപോലെ വിറയ്ക്കുന്നുണ്ട്. വേണ്ട, ഒന്നും ചെയ്യലേ, ഒന്നും ചെയ്യലേ, അവൾ കേണുകൊണ്ടിരുന്നു. പാർവണ! അവൻ പെട്ടെന്ന് അവളെ കുലുക്കി വിളിച്ചു. ഒന്നും ചെയ്യലേ. അവൾ ഞെട്ടുകയും വെട്ടി വീർക്കുകയും ചെയ്തു. ആദിയുടെ നെറ്റി ചൊളിഞ്ഞു. അവൻ അവളെ പിന്നിൽ നിന്നും അടുക്കി പിടിച്ചു. പാറുക്കുട്ടി, എന്തു പറ്റി മോളെ? അവൻ്റെ സ്വരത്തിൽ ആകുല തിങ്ങി. അവൾ മിണ്ടിയില്ല. അപ്പോഴും ആ ശരീരം കാറ്റടിക്കുമ്പോൾ ദുർബലമാകുന്ന ഒരിരപ്പൊലി വിറച്ചു. അവൻ വീണ്ടും വീണ്ടും അവളെ കുലുക്കി വിളിച്ചു. പാറുക്കുട്ടി, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക് മോളെ. പാർവണ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു. ആദ്യമൊന്ന് കണ്ണുമിഴിച്ച് നോക്കിയതും അടുത്ത നിമിഷം മോൾ പൊട്ടിക്കരഞ്ഞു. എന്താ മോളെ, എന്തു പറ്റി? അവൻ്റെ സ്വരത്തിൽ ടെൻഷൻ നീങ്ങി. ഞാൻ ആ ശരവണനെ സ്വപ്നം കണ്ടു. അയാൾ എന്നെ പിടിച്ചു കൊണ്ടുപോയി എന്ന് സ്വപ്നം കണ്ടു. പിന്നെ ആ അമനെയും കണ്ടു. അയാളുടെ കൂടെ നവനീതും ഉണ്ടായിരുന്നു. അവൾ ബെഡിലേക്ക് കയറി അവനെ ഇറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും കൂടി എന്നെ ഒരുപാട് ഓടിച്ചു. അവസാനം ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ ഞാൻ വീണു കിടക്കുമ്പോൾ എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പേടിച്ചലറി വിളിച്ചു. അപ്പോഴാണ് അതൊരു സ്വപ്നമാണെന്ന് മനസ്സിലായത്. പക്ഷേ എനിക്ക് പിന്നെയും പേടിയായി. അവരിവിടെ അങ്ങ് അടുത്തുള്ളത് പോലെ ഇവിടെ എവിടെയോ അവർ ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നെ വിട്ടുകൊടുക്കല്ലേ ആദിയേട്ടാ, പ്ലീസ്, ഞാൻ മരിച്ചു പോകും. ആദിക്ക് വല്ലായ്മ തോന്നി. അവൻ കരുണയോടെയും സ്നേഹത്തോടെയും അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പാറുകുട്ടിക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഞാൻ വിളിച്ചതാ, ആദ്യമായിട്ടും കേട്ടില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. അവളുടെ ശബ്ദം വിറപൊണ്ടു. അവന് കുറ്റബോധം തോന്നി. പാർവണിക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്.
ഒന്നും ഓർക്കാതെ കിടന്നുറങ്ങിയിരിക്കുന്നു. അവൾ അരികിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് അറിയാതെ ഉറങ്ങിപ്പോയതാണ്. പാർവണിയുടെ കണ്ണുകളിൽ നിന്ന് അപ്പോഴും നീർത്തുള്ളികൾ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവന് സങ്കടം തോന്നി. സാരമില്ല പാറക്കുട്ടി, ഇതൊക്കെ എൻ്റെ പാറക്കുട്ടിയുടെ തോന്നലാണ്. എൻ്റെ അടുത്ത് നിന്ന് നിന്നെ ആരും പിടിച്ചുകൊണ്ട് പോകില്ല. എൻ്റെ കൊക്കിന് ജീവനുള്ള കാലം വരെ നീ എൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. സത്യമാണോ ആദിയേട്ടാ? എന്നെ അവർ പിടിച്ചുകൊണ്ട് പോകില്ലല്ലോ അല്ലേ? പാർവണ ദീനതയോട് ചോദിച്ചു. ആ സമയത്ത് അവൾ ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെ തോന്നിച്ചു അവന്. ഇല്ല, ആരും പിടിച്ചുകൊണ്ട് പോകില്ല. അവൻ സ്നേഹത്തോടെ അവളുടെ നെറുകിൽ തലോടി ഉമ്മ വെച്ചു. അവൾ ആദ്യം ശക്തിയായി പുണർന്നു. അവൻ അവളെ തന്നോട് ചേർത്ത് ബെഡിലേക്ക് ചായച്ച് കിടത്തി. പാതിയെ അവനൊരു താരാട്ട് മൂളാൻ തുടങ്ങി. നാഷണൽ പാർക്കിന് ഓപ്പോസിറ്റുള്ള റെസ്റ്റോറൻറ്റിൽ തൻ്റെ നേർക്ക് അഭിമുഖമിരിക്കുന്ന അമനെ ഷിക അടിമുടി വീക്ഷിച്ചു. അവളുടെ നോട്ടത്തിൽ ധാർഷ്ട്യം കണ്ട അവന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. താനൊരു പുരുഷന്റെ മുന്നിലാണെന്ന് യാതൊരു പതർച്ചയുമില്ല പെണ്ണിന്. ഏട്ടൻ്റെ അനിയത്തി തന്നെ, എന്താ അവളുടെ അഹങ്കാരം? അവൻ മനസ്സിൽ പറഞ്ഞു. അമൻ എന്താ ചിന്തിക്കുന്നത്? ഷിക ചോദിച്ചു. അമനോ? ഷിക എന്നെ ഇങ്ങനെയാണോ വിളിക്കാൻ പോകുന്നത്? അമൻ യാദവ് എന്നാണ് എൻ്റെ പേര്. നീ എന്നെ യദുവേട്ടൻ എന്ന് വിളിച്ചോളൂ. ഞാൻ ആദ്യേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് ഷിക പുരികം ചുളിച്ചു. ഞാൻ നിങ്ങളെ ഏട്ടൻ എന്ന് വിളിക്കണം എന്നാണോ പറയുന്നത്? അതെ, അങ്ങനെയാണല്ലോ വേണ്ടത്. ആദ്യ ഷിക പേരല്ലല്ലോ വിളിക്കുന്നത്. എൻ്റെ ആദ്യേട്ടനെ പോലെയാണോ നിങ്ങളെന്നാണോ പറഞ്ഞു വരുന്നത്? വെറുതെ എന്നെ ചിരിപ്പിക്കരുത് മിസ്റ്റർ അമൻ യാദവ് വർമ്മ. ആദ്യേട്ടനോട് എനിക്ക് സ്നേഹമുണ്ട്. ആ മനുഷ്യനെയാണ് ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഏട്ടൻ്റെ ശത്രുവിനോടും അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും. അതിന് നിങ്ങൾക്ക് എൻ്റെ ഏട്ടനോളം യോഗ്യതയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം എൻ്റെ ഏട്ടൻ എന്താണെന്നും നിങ്ങൾ എന്താണെന്നും എനിക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ ഞാൻ വന്നത് ഞാൻ മന്ദബുദ്ധി ആയതുകൊണ്ടോ നിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടോ അല്ല. നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ്. എൻ്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നതും. ഷികയുടെ വാക്കുകൾ കേട്ട് അവന് അടിമുടി വിറഞ്ഞു കയറി. അവന് തൻ്റെ മുഖത്ത് കനത്തൊരു പ്രഹരമേറ്റതുപോലെ തോന്നി. പറയൂ മിസ്റ്റർ അമർ യാദവ് വർമ്മ, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയൂ. ഷിക അമൻ്റെ കണ്ണുകളിൽ നോക്കി. ഷിക വന്നത് ആദ്യം അറിഞ്ഞിട്ടാണോ? അവൻ്റെ സ്വരം വല്ലാതെ വിറച്ചു. നോ വേ, അവൾ ചിരിച്ചു. എൻ്റെ ഏട്ടന് നിങ്ങൾക്ക് ഭയമാണെന്ന് അറിയാം. അല്ലെങ്കിലും സിംഹത്തിനെ കുറുനരികൾ ഭയക്കുമല്ലോ. പക്ഷേ ഞാൻ ഏട്ടനോട് നിങ്ങൾ വിളിച്ച കാര്യം പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ ഏട്ടന് യാതൊരു താല്പര്യവും ഉണ്ടാകാൻ ഇടയില്ല. മാത്രമല്ല നിങ്ങളുടെ നിഴൽ പോലും എൻ്റെ മേൽ വീഴുന്നത് ഏട്ടന് ഇഷ്ടമുള്ള കാര്യമല്ല. ഷികയുടെ പരിഹാസം അവരെ സമനില തെറ്റിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ രോഷം കടിച്ചമർത്തി അവൻ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഞാൻ ഷികയെ വിളിച്ചു വരുത്തിയത് മറ്റൊന്നിനുമല്ല. ഷികയ്ക്ക് പാർവണയെ ഒട്ടും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ആദിക്ക് അനിയത്തിയേക്കാൾ ഇഷ്ടമാണ് ഭാര്യയെന്നും എനിക്കറിയാം. അവൻ്റെ ആ പ്രയോഗത്തിൽ ഷികയുടെ മുഖം കടുത്തു വന്നു. അവളുടെ മുഖം മാറുന്നത് അവനൊരു ഗൂഢസ്നേഹത്തോടെ കണ്ടു നിന്നു. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് ഷികയെ സഹായിക്കാൻ സാധിക്കുമെന്നാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുന്നത്? ഷിക ധൃതിയിൽ ചോദിച്ചു. അതോ, ഷിക എൻ്റെ കൂടെ നിന്നാൽ ഞാൻ പാർവണയെ ഇരുചെവിയും അറിയാതെ ഒഴിവാക്കി തരാം. പാർവണയെ ഒഴിവാക്കി തരാമെന്നോ? എങ്ങനെ? ഷികയുടെ കണ്ണുകൾ തിളങ്ങുന്നത് പോലെ അവന് തോന്നി. അവൻ ഉത്സാഹത്തോടെ ഒന്നുകൂടി അവളുടെ നേർക്ക് ചാഞ്ഞിരുന്നു. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ. ഷിക സ്നേഹം ഭാവിച്ച് പാർവണയെ കയ്യിലെടുക്കണം. നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷനിലൊന്നുമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആ സ്ഥിതി മാറണം. അവളെ സ്നേഹിക്കുന്നതായി അഭിനയിക്കണം. അവളുടെ വിശ്വാസം നേടിയെടുക്കണം. എന്നിട്ട് ആദിയില്ലാത്ത സമയം നോക്കി എൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും പാർവണയെ എത്തിക്കണം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് പിന്നെ അവളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല. കൊള്ളാം, നല്ല പ്ലാനാണ്. അല്ല, ഇതിന് പകരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പണമാണോ ആഗ്രഹിക്കുന്നത്? അവളുടെ ചോദ്യം കേട്ട് അവൻ്റെ ചുണ്ടിലൊരു ഗൂഢസ്മിതം വിരിഞ്ഞു. അവൻ ഷികയെ സൂക്ഷിച്ചു നോക്കി. നന്നേ വെളുത്ത നിറവും ഓറഞ്ചിൻ്റെ അല്ലിയെ ഉറപ്പിക്കുന്ന ചുണ്ടുകളും നിരയത്ത് പല്ലുകളും. കൊള്ളാം, പെണ്ണ് സുന്ദരി തന്നെ. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ മിസ്റ്റർ അമൻ. ഷിക ഒട്ടും പതറാതെ അവൻ്റെ മിഴികളിൽ നേരിട്ടു. നീ തരുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയല്ലടി ഞാൻ നിന്റെ മുന്നിൽ ഇപ്പോൾ താഴ്ന്നു തരുന്നത്. എനിക്ക് നിന്നെ എന്നേക്കുമായി നിൻ്റേതാക്കണം. നീ എൻ്റെ അടിമയാവുന്ന ഒരു ദിവസം വരും. അന്ന് ആദിശേഷൻ്റെ പതനമായിരിക്കും. ഒരിക്കൽ നീ എൻ്റെ കാൽ കീഴിലായി കഴിഞ്ഞാൽ പിന്നെ ഈ പരിഹസത്തിനുള്ള മറുപടിയൊക്കെ പലിശ സഹിതം ഞാൻ തരും. അവളുടെ ഒരു ഏട്ടൻ. അവൻ ഉള്ളിൽ പല്ലു കടിച്ച് മുറുമുറുത്തു. എനിക്ക് പണ്ട് മുതലേ ഒരു ആഗ്രഹമുണ്ടെന്ന് ഷികയ്ക്ക് അറിയാമല്ലോ. ആദി അതിൻ്റെ പേരിൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. മനസ്സിലായി. യു വാണ്ട് ടു മാരി മീ? ഷികയൊന്ന് ചിരിച്ചു. അതെ ഷിക, എനിക്ക് ഈ മോഹം അടക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അത്രയ്ക്കും ഷികയെ പ്രണയിക്കുന്നു. ഷിക എന്നെ വിവാഹം കഴിക്കണമെന്ന് മാത്രമാണ് എൻ്റെ ആവശ്യം. അല്ലാതെ ഷികയുടെ പണം ആഗ്രഹിക്കുന്ന വെറൊരു ഏഴാം കൂലിയായി ഷിക എന്നെ കാണരുത്. ഓക്കെ മിസ്റ്റർ അമൻ, അതവിടെ നിൽക്കട്ടെ. പാർവണയെ ഞാൻ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ട് അവളെ എന്ത് ചെയ്യാനാണ് തീരുമാനം? ഞാൻ അവളെ മുംബൈയിൽ കൊണ്ടുപോയി വിൽക്കും, അല്ലെങ്കിൽ വിദേശത്തേക്ക് കടത്തും. ഇരു ചെവി അറിയാതെ.
ആദിക്ക് ഒരിക്കലും അവളെ കണ്ടെത്താനാവാത്ത വിധത്തിൽ ഞാൻ അവളെ ഇവിടെ നിന്ന് ദൂരേക്ക് മാറ്റും. പിന്നെ ആദി പാർവണയെ വെറുക്കുന്ന വിധത്തിൽ നമുക്കത് നടപ്പിലാക്കാൻ സാധിക്കും. ഒരു വെടിക്ക് രണ്ട് പക്ഷി. എങ്ങനെ? അതോ പാർവണയെ ശിഖ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവളെ കൊണ്ട് ആദിക്കൊരു കത്തെഴുതിപ്പിക്കാം. കൊല്ലുമെന്നോ മാനഭംഗപ്പെടുത്തുമെന്നോ ഭീഷണിപ്പെടുത്തി ആരുടെയെങ്കിലും കൂടെ താൻ ഒളിച്ചോടി പോവുകയാണെന്ന് അവളുടെ കൈയക്ഷരത്തിൽ ഒരു ലെറ്റർ ആദിക്ക് കിട്ടണം. അവൾക്കൊരു കാമുകനുണ്ടെന്ന് അവൻ സ്ട്രോങ് ആയി വിശ്വസിക്കണം. അതോടെ ആദി പാർവണയെ വെറുക്കും. പാർവണ മിസ്സിംഗ് ആയാലും അവൻ ഒരിക്കലും ഷികയോ എന്നെയോ സംശയിക്കാൻ പോകുന്നില്ല. അങ്ങനെ വേണം നമുക്ക് കളിക്കാൻ. ഷികയുടെ കണ്ണുകൾ വല്ലാതെ കുറുകി അവിടെ ഒരു പുഞ്ചിരി വിടർന്നു. പാർവണയെ വിൽക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതെന്താണെന്ന് ഷികയ്ക്ക് മനസ്സിലായില്ലേ? പാർവണ ഒരു സുന്ദരിയാണെന്ന് ഞാൻ പറയാതെ തന്നെ ഷികയ്ക്ക് അറിയാമല്ലോ. അവളെ പോലെ ഒരു പെണ്ണിനോടോ ആവശ്യക്കാരില്ലാത്തത്. മുംബൈയിൽ അവൾക്ക് നല്ല ഡിമാൻഡായിരിക്കും. ഒരുപാട് പേരെ സന്തോഷിപ്പിച്ച് ശരീരം വിറ്റ് പിന്നീട് അവൾക്ക് ജീവിക്കേണ്ടി വരും. ഷികയ്ക്ക് അവളോട് അങ്ങനെ പ്രതികാരവും ചെയ്യാം. ഷിക പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. അമൻ താനൊരു വൃത്തികെട്ടവനാണെന്ന് എൻ്റെ ഏട്ടൻ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് അധപ്പതിച്ചവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അമന്റെ മുഖം വിളറിപ്പോയി. ഷികയിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അമ്മയും ആദിയുടെ അമ്മായിമാരും ഒക്കെ പറഞ്ഞ് കുറേയൊക്കെ അവളുടെ സ്വഭാവത്തെക്കുറിച്ച് അവൻ കേട്ടിരുന്നു. അവൾക്ക് പാർവണയുള്ള വെറുപ്പിനെക്കുറിച്ചും. പക്ഷേ അവളുടെ ഈ പ്രതികരണത്തിൽ അവൻ്റെ മുഖം മങ്ങിപ്പോയി. ഞാൻ ആലോചിക്കുകയായിരുന്നു എൻ്റെ ഏട്ടൻ തന്നെക്കുറിച്ച് പറയുന്നത് എത്ര ശരിയാണെന്ന്. ഇന്ന് തൻ്റെ വൃത്തികെട്ട മുഖം എനിക്ക് കൺമുന്നിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഷിക, ഞാൻ. അവളുടെ വാക്കുകൾ കേട്ട് അവൻ തടഞ്ഞിരുന്നു. പക്ഷെ ഷിക നിന്ന് ജ്വലിച്ചു. താൻ എന്താണോ എന്നെക്കുറിച്ച് വിചാരിച്ചത്? എനിക്ക് പാർവണയുള്ള ഇഷ്ടക്കേട്ട് മുതലെടുക്കാമെന്നോ? താൻ വിചാരിച്ചത് 100 വട്ടം ശരിയാ. എനിക്ക് പാർവണയെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് തന്നെയല്ല, ഒരു തരം വെറുപ്പ് പോലും ഉണ്ട് അവരോട്. അവരെൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് താൻ പറഞ്ഞൊരു വൃത്തികെട്ട വഴിയിലൂടെ അല്ല. ഒരു പെണ്ണിനെ, അതിപ്പോ അവൾ എത്ര ശത്രുവായാലും, അവളുടെ ശരീരം വെച്ച് വിലപേശുന്നവരുടെ കൂട്ടത്തിൽ ഷികയുണ്ടാവില്ല. കാരണം ആദിശേഷൻ എന്ന എൻ്റെ ഏട്ടൻ എനിക്ക് തന്നത് അങ്ങനെയൊരു സംസ്കാരമല്ല. പല കാര്യങ്ങളിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ അനിയത്തിയാവാനുള്ള യോഗ്യതയില്ലെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഏട്ടനും ഞാനും തമ്മിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. കാരണം ഞാൻ അവനെ കഴിയൂ. പക്ഷേ എന്ന് വെച്ച് ഞാൻ നിന്റെ ലെവലിലേക്ക് അധപ്പതിച്ചു എന്ന് നീ വിചാരിക്കരുത്. ഷിക അവന് നേരെ കൈ ചൂണ്ടി. അവനാകെ പതറിപ്പോയി. പാർവണ നിലവിൽ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അവരെക്കുറിച്ച് നീ പറഞ്ഞ വൃത്തികേടിനെ നിന്റെ മുഖമടിച്ച് പൊട്ടിക്കേണ്ടതാണ്. പിന്നെ ഞാനത് ചെയ്യാത്തത് എൻ്റെ മര്യാദ ആണെന്ന് വിചാരിച്ചാൽ മതി. ഇനി ഇത്തരത്തിലുള്ള വൃത്തികെട്ട വർത്തമാനം പറഞ്ഞ് നിന്നെ എൻ്റെ കൺമുന്നിൽ എങ്ങാനും കണ്ടാൽ എൻ്റെ ഏട്ടനായിരിക്കും നിന്നോട് ഇതിന് മറുപടി പറയുന്നത്. ടീ സഹിക്കാനാവാത്ത ദേഷ്യത്തിലും വർഷത്തിലും അമൻ ഷികയുടെ നേരെ കൈ ചൂണ്ടി. ഷിക പുച്ഛത്തോടെ ചിരിച്ചു. വേണ്ട അമൻ, നീ എന്നെ അടിച്ചാൽ തിരിച്ചടിക്കാൻ എനിക്ക് മറ്റാരുടെയും സഹായം വേണ്ട. പക്ഷേ നീ ആ കൈ പൊക്കുന്നതിന് മുൻപ് എൻ്റെ ഏട്ടനെ കുറിച്ച് ഒന്ന് ഓർക്കണം. എന്നെ തൊട്ട നിന്റെ കൈ രണ്ടും തല്ലി തകർക്കും എൻ്റെ ഏട്ടൻ. അമന്റെ കൈകൾ അറിയാതെ താഴ്ന്നു പോയി. ഷിക ചിരിച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റു. അപ്പോൾ ഞാൻ വരട്ടെ മിസ്റ്റർ അമൻ യാദവ് വർമ്മ. എൻ്റെ ഏട്ടൻ്റെ കൺമുന്നിലൊന്നും ചെന്ന് പെടാതെ നോക്കണേ. താൻ കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കണമെന്ന് തൻ്റെ വീട്ടുകാർക്ക് ആഗ്രഹം കാണില്ലേ? പിന്നെ ഒരു കാര്യം, താൻ എന്നോട് പ്രണയമാണെന്ന് പറഞ്ഞത്, അതിൻ്റെ മറുപടി വേണ്ടേ തനിക്ക്? ഞാനൊരു ഭീരുവായ കുറുക്കനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളർന്നത് ഒരു സിംഹത്തിൻ്റെ മടയിലാണ്. പറഞ്ഞിട്ട് ഷിക വെട്ടിത്തിരി നടന്നുപോയി. അപമാനം കൊണ്ട് താനാകെ അസ്തമിച്ചു പോയതുപോലെ അവന് തോന്നി. അവൻ്റെ കണ്ണുകളിൽ രോഷം പുകഞ്ഞു. ആ സമയത്താണ് അവൻ്റെ മൊബൈൽ അടിച്ചത്. ഹലോ, എന്തായി കാര്യങ്ങൾ? നീ അവളെ കണ്ടോ? ഡിഡ് ഷി എഗ്രി വിത്ത് അസ്? ഇല്ല അമ്മേ. അവൾ എന്തു പറഞ്ഞു? അമൻ ഷികയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അവൾ ആദിശേഷൻ്റെ അനിയത്തി തന്നെ. സാരമില്ല, നീ വിഷമിക്കണ്ട. നമ്മുടെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. എന്ത് വഴിയാ അമ്മേ? പറയാം, നീ വീട്ടിലേക്ക് വാ. അപ്പുറത്ത് ഫോൺ വെച്ചതും അമൻ്റെ കണ്ണുകൾ തിളങ്ങി. സംഗീതയും മണികണ്ഠനും സാവിത്രിയും കൂടി കാട്ടിലൂടെ ഓടുകയായിരുന്നു. സാവിത്രി നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. സംഗീതയും നന്നായി തളർന്നിരുന്നു. പക്ഷേ മണികണ്ഠനെ മാത്രം വലിയ ക്ഷീണമൊന്നും ബാധിച്ചിട്ടില്ലെന്ന് തോന്നി. അയ്യോ, എനിക്കിനി വയ്യ മോളെ. അയ്യോ വയ്യായേ, എവിടെയെങ്കിലും കിടന്നാൽ മതി. അയ്യോ. സാവിത്രി അലറിക്കൂവാൻ തുടങ്ങി. മണികണ്ഠന് ദേഷ്യം കൊണ്ടാകെ ചൊറിഞ്ഞു വന്നു. തളേ. അവൻ സാവിത്രിയുടെ നേർക്ക് കൈ ചൂണ്ടി. നിങ്ങളാണ് ഇതിൻ്റെ എല്ലാം ആണിക്കല്ല്. ഇങ്ങനത്തെ ഒരു പണി വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതാ. അപ്പോൾ തള്ളയ്ക്കും മോൾക്കും അതൊന്നും പറഞ്ഞിട്ട് തലയിൽ കയറിയില്ല. സ്വാതന്ത്ര്യം വേണം. എന്നിട്ട് ആരും കാണാതെ അവിടെ നിന്ന് ഓടിപ്പോരുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ ആരുടെയും കണ്ണിൽ പെടാതെ രക്ഷപ്പെടാൻ നോക്കുന്നതിന് പകരം കിടന്നു മൂങ്ങുന്നു. സാവിത്രി ദയനീയമായി സംഗീതയെ നോക്കി. എന്താ മണിയണ്ണ ഇത്? അമ്മയുടെ ക്ഷീണം കൊണ്ട് പറഞ്ഞതല്ലേ? സംഗീത അവനെ അനുനയിപ്പിക്കാനായി ശ്രമിച്ചു. പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതിൽ മണിയണ്ണൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അവിടെ വെച്ച് മണിയണ്ണൻ എന്നെ കല്യാണം കഴിക്കാനും കൂടെ പൊറുക്കാനും പറ്റുമോ? നമ്മുടെ ജനിക്കാൻ പോകുന്ന 5 കുഞ്ഞുങ്ങളെക്കുറിച്ച് മണിയണ്ണൻ ഓർക്കാതെ എന്താ? സംഗീതയുടെ ചോദ്യത്തിൽ മണികണ്ഠന്റെ വായടഞ്ഞു. സംഗീത നേരെ സാവിത്രിയുടെ നേരെ തിരിഞ്ഞു. എൻ്റെ പൊന്നമ്മേ, അമ്മ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാട് കടന്നാൽ മണിയണ്ണൻ പറഞ്ഞതുപോലെ നമുക്ക് ബസ് പിടിക്കാം.
അമ്മ വന്നേ. ആ ഗുണ്ടകൾ എങ്ങാനും കണ്ടാലുണ്ടല്ലോ പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ. സംഗീത പാർവതി കേട്ട് സാവിത്രി ഭയത്തോടെ മണികണ്ഠനെ നോക്കി. വേഗം നടക്ക് തള്ളേ, സമയമില്ല, ഇനിയും കാട് കുറെ കയറാനുണ്ട്. ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് മണികണ്ഠൻ മുന്നേ നടന്നു. സാവിത്രി സംഗീയും പുറകെയും. ഞാനും കൂടി മുംബൈയിലേക്ക് വന്നോട്ടെ ആദ്യേട്ടാ. ആദിയുടെ നഗ്നമായി മാറിയ രുദ്രാക്ഷത്തിൽ വിരൽ കോർത്തുകൊണ്ട് പാർവണ ചിണുങ്ങി. നോ പാർവണ. എന്താ ആദ്യേട്ടാ, എന്നെ കൂടി കൊണ്ടുപോയാല് എനിക്കും വരണം. അവൾ ചിണുങ്ങി. ഇത് ബിസിനസ് മീറ്റിംഗ് അല്ലേ പാറക്കുട്ടി, നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവിടെ നിന്നെ ശ്രദ്ധിക്കാനുള്ള സമയം എനിക്ക് കിട്ടില്ല, അതാണ്. പിന്നെ ഞാൻ കൊച്ചുകുട്ടിയല്ലേ. പാർവണ മുഖം വീർപ്പിച്ചു. എനിക്ക് ടെൻഷനായിരിക്കും പാറക്കുട്ടി, നിന്റെ അടുത്തിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ഓട്ടത്തിലായിരിക്കും, അതുകൊണ്ടാണ്. ആ ശരവണനെ ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല, അത് നിനക്കറിയാമല്ലോ. പാർവണ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ വേഗം വരില്ലേ, ജസ്റ്റ് 3 വീക്സ്, അതിനുള്ളിൽ എത്തും, പിന്നെന്താ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കുറേയിടങ്ങളിൽ പോകാട്ടോ. അവളുടെ മുതുകിൽ തഴുകിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ മേലെ ശിരസനക്കി. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തുന്നത് ഓർക്കുമ്പോൾ ടെൻഷനാണ്. അവിടെ ശ്രീദേവി വല്യമ്മയ്ക്ക് വല്യച്ഛന് വയ്യാത്തത് കൊണ്ട് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ വിളിക്കാമായിരുന്നു. പിന്നെ ജാനകി എടുത്തിയോടും ഭവാനി എടുത്തിയോടും ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടേ പോകൂ, നിന്നെ ശ്രദ്ധിക്കണമെന്ന്. അങ്കിൾ ഇടയ്ക്ക് വരും. എനിക്ക് പ്രശ്നമൊന്നുമില്ല ആദ്യേട്ടാ, ആദ്യേട്ടൻ സമാധാനമായിരിക്കുക. അല്ലെങ്കിലും ഇയാൾ രാത്രി മാത്രം വരുന്ന ഗന്ധർവനല്ലേ, പകൽ ഞാനിവിടെ തനിച്ചല്ലേ. അതെന്റെ പാറുക്കുട്ടി എനിക്കിട്ടെന്ന് വെച്ചതാണല്ലോ. ആദ്യ ചിരിച്ചു. പാർവണയും. ആ, ഞാൻ ചോദിച്ചില്ലല്ലോ, എന്റെ പാറുക്കുട്ടിക്ക് എന്താ വാങ്ങിച്ചു കൊണ്ടുവരേണ്ടത് അവിടെ നിന്ന്. ഒന്നും വേണ്ട ആദ്യേട്ടാ, വേഗം ഇങ്ങാൻ വന്നാൽ മതി. ആ, എന്താ വേണ്ടെന്ന് പറയ്. അത് പിന്നെ കുറെ ടോയ്സ്. പാർവണയ്ക്ക് പെട്ടെന്ന് അങ്ങനെ പറയാനാണ് തോന്നിയത്. ടോയ്സോ? അതിനുവേണ്ടി കുട്ടികളൊന്നുമില്ലല്ലോ. അവൻ അത്ഭുതത്തോട് ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. ആ നോട്ടം നേരിടാനാവതി അവൾ മുഖം കുനിച്ചു. എന്താണ്, ഒരു കുഞ്ഞു പാറുക്കുട്ടി എങ്ങാനും വരുമോ? അതിന് ചാൻസ് ഒന്നുമില്ലല്ലോ. ആദിയുടെ കണ്ണുകളിൽ കുസൃതി നിറഞ്ഞു. പാർവയുടെ മുഖം തുടുത്തു. കുഞ്ഞ് ആദ്യാണെങ്കിലോ? എനിക്കൊരു കുഞ്ഞു പാറുക്കുട്ടിയാണ് ഇഷ്ടം, നിന്നെപ്പോലെ ഉണ്ടക്കണ്ണും ഉണ്ടക്കവളുമുള്ള, ഏതു നേരവും ഇങ്ങനെ സ്നേഹവും പരിഭവവുമായി നടക്കുന്ന ഒരു പാറുക്കുട്ടിയെ. എനിക്കൊരു കുഞ്ഞാദി മതി. പാർവണ പറഞ്ഞു. വേണ്ട, കുഞ്ഞു പാറുക്കുട്ടി മതി. ആദ്യ വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞു. അയ്യടാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കഷ്ടപ്പെട്ട് പ്രസവിക്കുന്നത് ഞാനല്ലേ, അപ്പോൾ എനിക്കിഷ്ടമുള്ളതിനെ ഞാൻ പ്രസവിക്കൂ. പാർവണ കുറച്ച് ദേഷ്യത്തോട് പറഞ്ഞു. ആ വാശി കണ്ടപ്പോൾ ആദിക്ക് ചിരി വന്നു. അവൻ പൊട്ടിച്ചിരിച്ചു. 10 പ്രസവിച്ചതുപോലെയാണ് പെണ്ണിന്റെ ഭാവം കണ്ടാൽ തോന്നുക. എന്താ ഇത്ര ചിരിക്കാൻ? പാർവണ വീണ്ടും മുഖം വീർപ്പിച്ചു. ഒന്നുമില്ല എന്റെ പാറുക്കുട്ടി അമ്മേ. പാറുക്കുട്ടിയമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും പ്രസവിച്ചോളൂ. ആദി പിന്നെയും ചിരിച്ചു. അങ്ങനെ ഒരുപാട് പ്രസവിക്കാനൊന്നും ഞാനില്ല, 2 പേര് മതി. ഒരു കുഞ്ഞാദിയും പിന്നെ ഒരു കുഞ്ഞിപ്പാറും. പാർവണ വിരലുകളാൽ കണക്ക് കൂട്ടുന്നത് കണ്ട് ആദിക്ക് അവളോട് വാത്സല്യം തോന്നി. അവൻ അന്നേരം അവളൊരു കൊച്ചു പെൺകുട്ടിയാണെന്ന് തോന്നി. അവൻ മെല്ലെ അവളുടെ ശിരസിൽ തഴുകി. എനിവേ, അതിപ്പോൾ വേണ്ടെന്നേ ഞാൻ പറയൂ. അടുത്ത വർഷം മുതൽ ഇയാൾ പഠിക്കാൻ നോക്ക്. കുഞ്ഞുങ്ങളൊക്കെ പിന്നെ. ആദ്യം ഏതൊരു സ്ത്രീയും ചെയ്യേണ്ടത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. ചൈൽഡ് ബർത്തും കുട്ടികളെ വളർത്തലും ഒക്കെ ഒരു സ്ത്രീയുടെ ലൈഫിൽ സെക്കൻഡറി ആയ കാര്യങ്ങളാണ്. അതൊക്കെ സംഭവിക്കുമെങ്കിൽ സംഭവിക്കട്ടെ. പാർവണയുടെ മുഖം പെട്ടെന്ന് വാങ്ങി. പക്ഷേ അവന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ അവൾക്കൊന്നും പറയാൻ തോന്നിയില്ല. ബുധനാഴ്ച രാത്രി 7 മണിക്കായിരുന്നു ആദ്യയുടെ ഫ്ലൈറ്റ്. പോകുന്നതിന് മുൻപ് യാത്ര പറയാൻ അവൻ ഷികയുടെ മുറിയിൽ ചെന്നു. അവൾ എന്തോ ആലോചിച്ച് ജനൽ കമ്പിയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പൊന്നു, ഏട്ടൻ പോയിട്ട് വരട്ടെ മോളെ. പോയിട്ട് വായേട്ടാ. ആദ്യം അവളുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങി നിന്നു. അവളുടെ മുഖത്തെ വല്ലായ്മ കണ്ട് അവന് വിഷമം തോന്നി. എന്താ പൊന്നു, നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ബിസിനസ് ടൂറൊക്കെ ഏട്ടൻ എപ്പോഴും പോകാറുള്ളതല്ലേ. എന്താണെന്നറിയില്ല, എനിക്കൊരു വല്ലായ്മ. അവൾ അവന്റെ തോളിലേക്ക് തലചായ്ച്ചുകൊണ്ട് പറഞ്ഞു. ആദിക്ക് നെഞ്ചിലൊരു പിടച്ചിലുണ്ടായി.